സൗണ്ട് ഓക്കെ അല്ലേ? BJP NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൽ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുന്നു. നാളെ തിരുവല്ലയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ 1,00,000-ലേറെ ആൾക്കാർ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അവസാന പൊതുയോഗമായിരിക്കും നാളെ തിരുവല്ലയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ തിരുവല്ല പൊതുയോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് 1,00,000-ൽ പരം ആൾക്കാർ പങ്കെടുക്കുന്ന റോഡ് ഷോയും ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ രണ്ട് പരിപാടികളിൽ പ്രധാനമന്ത്രി എത്തുന്നതും അദ്ദേഹത്തോടൊപ്പം പാർട്ടിയുടെ കേന്ദ്ര നേതാക്കന്മാരായിട്ടുള്ള ശ്രീമതി നിർമ്മല സീതാരാമൻ, ശ്രീ നിതിൻ ഗഡ്കരിജി, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻ, അതുപോലെ തന്നെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ജി, കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ചൗഹാൻ ജി തുടങ്ങി നിരവധി നേതാക്കന്മാർ, കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ജി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ വരുന്ന 4 ദിവസങ്ങൾ കേരളം സന്ദർശിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, NDAയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ BJP NDA സഖ്യത്തിന് 2 അക്ക സംഖ്യയിൽ MLAമാർ ജയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയവുമില്ല. BJP NDA സഖ്യം 2 അക്ക സംഖ്യയിൽ MLAമാരെ ജയിപ്പിക്കും എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്കു നിയമസഭ അത് സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിലും കേരളത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിൽ ഈ കേരളത്തിൻ്റെ നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം മാറുന്ന കേരളത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൽ BJP NDA നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി ഭരണകൂടത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന, ഭരണകൂടത്തിൻ്റെ തന്നെ ഭാഗമാകാൻ പറ്റുന്ന ഒരു ശക്തിയായിട്ട് കേരളത്തിൽ മാറാനുള്ള സാധ്യതയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടം 3-ാം തലത്തിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിൽ കാണുന്നത്. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും വർഗീയവാദ പക്ഷമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷം SDPIയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയിരിക്കുകയാണ്. SDPIയുടെ മുദ്രാവാക്യം അവലും മലരും കരുതിക്കോ, കുന്തിരിക്കവും കരുതിക്കോ എന്ന മുദ്രാവാക്യമാണ് ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് ഇന്ന് കേരളത്തിൽ ഉയരുന്നത്. മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യമായിട്ടുള്ള മതമാണ് 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 വിഷയം എന്നതാണ് VD സതീശൻ്റെ മുദ്രാവാക്യം. തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും മതമൗലികവാദികളുടെയും മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിൻ്റെ ഭാവി വീണ്ടും തുലയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമെതിരായി വികസനമാണ് 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 എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വികസിത കേരളത്തിന് വേണ്ട ഒരു മാനിഫെസ്റ്റോ മുമ്പോട്ട് വെച്ചുകൊണ്ട് BJP കേരളത്തിൽ നടത്തുന്ന പ്രചാരണ പരിപാടികളും അതിന് പ്രാപ്തരായിട്ട് മുന്നോട്ട് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളും ഇതിനോടകം കേരളത്തിൽ ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നു.
കേരളത്തിലെ 50% വരുന്ന മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം BJPക്കും NDAയ്ക്കും സൃഷ്ടിക്കാൻ സാധിച്ചു. ഈ ത്രികോണ മത്സരത്തിൽ BJPക്കും NDAയ്ക്കും നല്ല മുൻതൂക്കമാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്, വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 അക്ക സംഖ്യയ്ക്ക് മുകളിൽ BJP NDA MLAമാർ എത്തുന്ന പുതിയ കേരളമായിരിക്കും സൃഷ്ടിക്കപ്പെടുക. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രാമുഖ്യം അവസാനിക്കുന്നൊരു തെരഞ്ഞെടുപ്പും കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇതിന് ശക്തി പകരാൻ ശ്രീ നരേന്ദ്രമോദിജി ഉൾപ്പെടെയുള്ള BJPയുടെ കേന്ദ്ര നേതാക്കന്മാരുടെ സന്ദർശനം അത് സഹായിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. പറയാം. മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമാക്കിയതാണ്, നേമം നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷം അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പരിപാടികൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അപരനെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു പാഴ് അഭ്യാസം ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ, മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ റിട്ടേണിംഗ് ഓഫീസറാക്കിയും അതോടൊപ്പം തന്നെ പോളിംഗ് ഓഫീസർമാരാക്കിയും ഉള്ള ഒരു പ്രചാരവേല, ഒരു അഭ്യാസം, അതും ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. ഇപ്പോൾ അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് അഭ്യാസമാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാർ തിരുവനന്തപുരം നഗരത്തിൽ, പ്രത്യേകിച്ച് BJP കൗൺസിലർമാർ ജയിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം മുട്ടുക എന്നത് പറയുന്നത് ചില സമയത്തൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് കുടിവെള്ളം മുട്ടുന്നത് BJP കൗൺസിലർമാർ ജയിച്ച 51 വാർഡുകളിലാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. BJP കൗൺസിലർമാർക്കെതിരെയും BJPയുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ BJPക്കെതിരായി രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് BJP അതീവ ഗൗരവത്തിൽ കാണുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിരന്തരമായിട്ട് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് മുമ്പ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തലേ ദിവസവും തൊട്ടടുത്ത ദിവസങ്ങളിലും ഇതുപോലെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. BJPയെ കരിവാരിത്തേക്കാൻ ഈ സർക്കാർ ശ്രമിച്ചു. അതേ ശ്രമം തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ പിണറായി വിജയൻ സർക്കാർ തിരുവനന്തപുരത്തെ 4 അസംബ്ലികൾക്കുള്ളിൽ വരുന്ന BJP കൗൺസിലർമാർ ജയിച്ച പ്രദേശങ്ങളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇത് അതിഗൗരവമായിട്ടെടുക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രത്യേക അധികാരപ്രകാരം ആഭ്യന്തരം മുതൽ വാട്ടർ സപ്ലൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന് അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ള നിയമമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു, തിരുവനന്തപുരം നഗരത്തിൽ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സത്വരമായിട്ടുള്ള ഇടപെടൽ വേണം. കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളിൽ പ്രതിഷേധം സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് താക്കീത് നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഇവിടുത്തെ കുടിവെള്ള വിതരണത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്നും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചും വേണ്ടി വന്നാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ കുടിവെള്ള വിതരണം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെന്നും BJP ആവശ്യപ്പെടുകയാണ്. നീചമായി ഏത് ജനതയെയും എപ്പോഴും ദ്രോഹിച്ച് മാത്രം ശീലിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ ചമയ്ക്കുകയാണ്. ഇത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. പിണറായി വിജയൻ സർക്കാരും അതോടൊപ്പം തന്നെ നേമം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന മന്ത്രി ശിവൻകുട്ടിയും ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള പണിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. വാട്ടർ അതോറിറ്റി മേയറുടെ കീഴിലല്ല, ജലവിഭവ വകുപ്പ് മേയറുടെ കീഴിലല്ല. ഇത് രണ്ടും പിണറായി വിജയൻ സർക്കാരിൻ്റെ കീഴിലാണ്. അവരാണ് കുടിവെള്ളം മുട്ടിക്കുന്നത്.
നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിയാണ് തിരുവനന്തപുരം നഗരസഭ ഭരിച്ചിരുന്നത്. ഇപ്പോൾ അല്ല, ഒരു വാട്ടർ അതോറിറ്റി നഗരസഭയുടെ കീഴിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ കഴിവുണ്ടോ ഇല്ലെന്ന് തെളിയിക്കാം. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ BJPയുടെ നേതൃത്വത്തിൽ പിന്നിട്ട ഈ 4-5 മാസത്തിനുള്ളിൽ ഈ നഗരസഭ മാതൃകാപരമായിട്ട് ചെയ്യുന്നത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഈ നഗരത്തിലുള്ള മുഴുവൻ ജനതയ്ക്കും അറിയാം. കുടിവെള്ളം ഞങ്ങളാണ് വിതരണം ചെയ്യേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചാൽ ഞങ്ങൾ വളരെ മര്യാദയ്ക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ വിതരണം ചെയ്യാം. സർക്കാർ വെള്ളം കൊടുക്കാതിരുന്ന സമയത്ത് 116ഓളം ടാങ്കർ ലോറികൾ ഇറക്കി ഈ എല്ലാ വാർഡുകളിലും കുടിവെള്ളം വിതരണം ചെയ്ത കീഴ്വഴക്കം BJPയുടെ നേതൃത്വത്തിലുള്ള നഗരസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തത് ഈ നഗരസഭയിലെ ജനങ്ങൾ മറന്നിട്ടില്ല. പറഞ്ഞല്ലോ, ഞങ്ങൾ 2 അക്ക സംഖ്യയ്ക്ക് മുകളിലേക്ക് താമര ചിഹ്നത്തിൽ ജയിക്കുന്നവരും NDAയുടെ MLAമാരും കേരളത്തിലുണ്ടാകും. ഞങ്ങൾ അതിനിർണായകമായിട്ട് കേരളത്തിൻ്റെ ഭരണം ആര് നിർവഹിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായകമായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായി, ഒരു മുന്നണിയായി NDAയും BJPയും കേരളത്തിൽ മാറും. നശിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് എന്തവകാശവും ഉന്നയിക്കാം. മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ അവസാനത്തെ കോൺഗ്രസ്സുകാരും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകളുമാണ് കേരളത്തിലുള്ളത്. ഇവിടെയും കൂടെ കഴിഞ്ഞാൽ പിന്നെ അറബിക്കടലിൽ മാത്രമേ ഇവരെ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് അവർക്ക് അവസാനത്തെ അവകാശവാദമായിട്ട് എന്തവകാശവാദവും ഉന്നയിക്കാം. ഞങ്ങൾ മുന്നേറുന്ന പാർട്ടിയാണ്, ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ 20-ൽ പരം വരുന്ന സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇനി അവശേഷിക്കുന്ന 4-5 സംസ്ഥാനങ്ങളിലും കൂടെ സമീപഭാവിയിൽ ഭരണത്തിലെത്തേണ്ട പാർട്ടിയാണ്. കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഈ ഏപ്രിലിൽ തന്നെ സംജാതമാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആ വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ല. അത് കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിലിടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ആ രീതിയിൽ നടന്നോളും. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഈ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട പത്രക്കാരെ കാണാൻ വന്നത്. എല്ലാവർക്കും നമസ്കാരം.